ആ കരങ്ങളെ ഒരു ദൈവത്തെ സ്തുതിച്ചാണ്. ഒരിക്കൽ കൂടെ ഒരുമിച്ച് ആ കരങ്ങളെ തട്ടി ദൈവത്തെ മഹത്വപ്പെടുത്തിക്കുക. രാത്രിയിലും പരിശുദ്ധാത്മാവ് നമ്മുടെ മധ്യത്തിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്നു. ഒരിക്കൽ കൂടെ ആ കരങ്ങളെ ഉയർത്തി നമുക്ക് സ്വർഗത്തിലെ ദൈവത്തെ മഹത്വപ്പെടുത്താം. ആ കണ്ണുകൾ സ്വർഗത്തിങ്കിലേക്ക് ഉയരട്ടെ. ആ കരങ്ങൾ സ്വർഗത്തിങ്കിലേക്ക് ഉയരട്ടെ. എല്ലാ നാവുകളും ദൈവത്തെ സ്തുതിപ്പാനിടയാകട്ടെ. നാം ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു, ദൈവത്തെ സ്തുതിക്കുന്നു. അന്ധകാര ശക്തികൾ തകരുന്നു, പൈശാചിക മണ്ഡലങ്ങൾ കീഴടങ്ങുന്നു. ദൈവത്തിൻ്റെ കരം രാത്രിയിൽ ഇവിടെ വെളിപ്പെട്ടു വരുന്നു. പരിശുദ്ധൻ തൻ്റെ സാന്നിധ്യം ഇവിടെ പകരുന്നു. ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ പരിശുദ്ധൻ്റെ ആത്മാവിൻ്റെ വിലയേറിയ സാന്നിധ്യം ഞങ്ങളിന്ന് രാത്രികാലം പ്രതീക്ഷിക്കുന്നു. അവിടുന്ന് വന്നിരിക്കുന്നതിനാൽ നന്ദി പറയുന്നു. സ്വർഗീയ മണ്ഡലങ്ങൾ തുറക്കപ്പെട്ടിരിക്കുന്നു. പരിശുദ്ധൻ്റെ ആത്മാവിൻ്റെ തൻ്റെ ശക്തി പകരപ്പെടുന്നു. അന്ധകാര ശക്തികൾ ചിതറുന്നു, വാഴ്ചകൾ തകരുന്നു, ശക്തികൾ തകരുന്നു, സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനകൾ തകരുന്നു. ഇന്ന് രാത്രികാലം സകല 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 മാസ്റ്റർ സ്പിരിറ്റ്സ് പരിപൂർണമായി തകരുന്നു. പരിശുദ്ധ പിതാവേ, ഞങ്ങളുടെ മുഴുവൻ ആശ്രയവും അവിടെ നിന്നാണ്. ഞങ്ങളുടെ ന്യായം അങ്ങാണ്, ഞങ്ങളുടെ പ്രമാണം അവിടെ നിന്നാണ്. അവിടുത്തെ സന്നിധിയിൽ ഞങ്ങൾ മറയുമ്പോൾ സകല പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടുന്നു. ഇന്ന് രാത്രിയിലെ ജനം വിടുവിക്കപ്പെടുവാൻ, ഇന്ന് രാത്രിയിൽ ജനം ദൈവത്തിന്റെ വിലയേറിയ കൃപകൾ പ്രാപിച്ചെടുക്കുവാൻ, ഇന്ന് രാത്രിയിൽ ജനം ദൈവത്തിന്റെ ആത്മാവിന്റെ തന്റെ ശക്തികൾ നിറയപ്പെടുവാൻ, തടസ്സങ്ങൾ സൃഷ്ടിക്കുന്ന സകല അന്ധകാര ശക്തികൾ യേശുവിന്റെ നാമത്തിൽ തകരുന്നു. സ്വർണ്ണത്തിലെ ദൈവത്തിന്റെ ശക്തി ഇന്ന് രാത്രിയിൽ വെളിപ്പെട്ടു വരുന്നു. സകല പൈശാചിക മണ്ഡലങ്ങൾ യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ. ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ. ആ കരങ്ങളെ തൊട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുക. ശക്തിയോടെ നാം ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ സകല വാഴ്ചകൾ തകരുന്നു. നാം ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ സകല പവേഴ്സ് തകരുന്നു. സകല പ്രിൻസിപ്പാലിറ്റീസ്, സകല പവേഴ്സ്, സകല മാസ്റ്റർ സ്പിരിറ്റ്സ് ഓഫ് ദിസ് ഡാർക്ക്നെസ് അത് സകലതും തകരപ്പെടുന്നു. യേശുവിന്റെ നാമത്തിൽ സകല സ്പിരിറ്റ്സ് ഓഫ് വിക്കഡ്നെസ് യേശുവിന്റെ നാമത്തിൽ അവ കഴിയുന്നു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരുമിച്ച് ഹല്ലേലൂയ. ശക്തിയുടെ ഹല്ലേലൂയ. ഇന്ന് രാത്രിയിലും പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിനാണ് സ്തോത്രം ചെയ്തേ. ഇന്ന് രാത്രിയിലും അവന്റെ കരം വെളിപ്പെട്ടു വരുന്നതിനാണ് സ്തോത്രം ചെയ്തേ. അവന്റെ അഭിഷേക സാന്നിധ്യം വെളിപ്പെട്ടു വരുന്നതിനാണ് സ്തോത്രം ചെയ്തേ. ശക്തിയോടെ പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രിയിൽ നമ്മുടെ ന്യായം സ്വർഗത്തിലെ ദൈവം, നമ്മുടെ പ്രമാണം നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ നാഥൻ വന്നിട്ടുണ്ട്. ഉണ്ടനൻ സാക്ഷിയായി വാഴ. എന്റെ ഉള്ളം വല്ലാതെ ദാഹിക്കുന്നുണ്ട് അങ്ങേക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ, അങ്ങയുടെ വേല ചെയ്യുവാൻ എന്റെ ഉള്ളം വല്ലാതെ ദാഹിക്കുന്നുണ്ട് പരിശുദ്ധരേ. അതിനാൽ ഇന്ന് രാത്രി എനിക്ക് അവിടുത്തെ കൃപയാണ് ആവശ്യമെന്ന് പറയുന്നവർ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ആ കരങ്ങളെ വീശി നമ്മുടെ ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ഇന്ന് രാത്രിയിലും അവന്റെ വിലയേറിയ സാന്നിധ്യം ഇവിടെ വെളിപ്പെട്ടു വന്നിരിക്കുന്നു. ആമേൻ. ഒരുമിച്ച് ഹല്ലേലൂയ. ശക്തിയോടെ ഹല്ലേലൂയ. ശക്തിയോടെ. അപ്പോസ്തലനായ പൗലോസ് തന്റെ മൂന്നാമത്തെ മിഷണറി യാത്രയിലാണ് എഫേസസ് എന്ന പട്ടണത്തിൽ തന്റെ ശുശ്രൂഷയിൽ വിജയിക്കുവാൻ തക്കവണ്ണം സാധ്യമായത്. തന്റെ രണ്ടാമത്തെ മിഷണറി യാത്രയിൽ അപ്പോസ്തലനായ പൗലോസിന് എഫേസസ് എന്ന പട്ടണത്തിൽ ചില ദിവസങ്ങൾ മാത്രമേ പ്രവർത്തിക്കുവാൻ തക്കവണ്ണം കഴിഞ്ഞുള്ളൂ. ആ കാലഘട്ടത്തിൽ തനിക്ക് എഫേസസിൽ പരിപൂർണമായ വിജയം പ്രാപിക്കുവാൻ തക്കവണ്ണം സാധ്യമായിരുന്നില്ല. തന്റെ രണ്ടാമത്തെ മിഷണറി യാത്രയിൽ താൻ എഫേസസ് എന്ന പട്ടണത്തിലേക്ക് കടന്നു വരുമ്പോൾ അക്വില പ്രിസ്കില്ല എന്ന രണ്ടുപേരെ ആ പട്ടണത്തിൽ താൻ പ്രവർത്തനത്തിനായി കൊണ്ടുവന്നിരുന്നു. പക്ഷേ എപ്പോഴും തന്നെ താൻ പലസ്തീനിലേക്കും പാലസ്തീനിൽ നിന്നും താൻ വേഗതയിൽ താൻ ജെറുസലേമിലേക്കും കടന്നു പോകുവാൻ തക്കവണ്ണം ഇടയായി. ജെറുസലേമിൽ ചില നാളുകൾ മാത്രം തങ്ങിപ്പാർന്നതിനു ശേഷം
അന്തോക്കിയിലേക്കും അവിടുന്ന് തന്നെ മൂന്നാമത്തെ മിഷണറി യാത്രയിൽ താൻ വീണ്ടും എഫേസസ് എന്ന പട്ടണത്തിൽ വന്ന് ചേരുകയാണ്. നീണ്ട 3 വർഷകാലഘട്ടമാണ് അപ്പോസ്തലനായ പൗലോസ് എഫേസസ് എന്ന പട്ടണത്തിൽ പ്രവർത്തിപ്പാൻ തക്കവണ്ണം ഇടയായത്. ഈ കാലഘട്ടത്തിൽ തനിക്ക് വിലയേറിയ ദൈവിക ശുശ്രൂഷകൾ നിവർത്തിക്കുവാൻ തക്കവണ്ണം സാധ്യമായി. വേദപുസ്തകം എങ്ങനെ രേഖപ്പെടുത്തുന്നു? God had done unusual miracles through Paul. Therefore even kerchiefs and the aprons were taken from him to the sick ones and they were healed. Amen. Praise the Lord. ആ ദിവസങ്ങളിൽ സ്വർഗത്തിലെ ദൈവം അപ്പോസ്തലനായ പൗലോസിലൂടെ അസാധാരണമായ വീര്യപ്രവൃത്തികൾ ചെയ്തു. അത് തന്റെ ശരീരത്തിലെ അപ്രോൺസ്, തന്റെ ശരീരത്തിലെ റൂമാലം മാത്രമല്ല ഉത്തരിയെയും രോഗികളുടെ മേൽ കൊണ്ടുവന്നിട്ടു. രോഗികൾ സൗഖ്യമായി. ഭൂതബാധിതരിൽ നിന്നും ഭൂതങ്ങൾ അലറി വിളിച്ചു മാറുവാൻ തക്കവണ്ണം സാധ്യമായി. വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിച്ച് Praise the Lord. വ്യക്തികളുടെ ഉള്ളങ്ങളിൽ നിന്നും ഭൂതങ്ങളെ സ്വതന്ത്രനാക്കിയ ദൈവത്തിന്റെ ഭക്തന്റെ ദൈവിക ശുശ്രൂഷകൾ ദേശത്തിൽ വെളിപ്പെടുവാൻ തക്കവണ്ണമിടയായി. ദേശത്തിലെ അന്ധകാര മണ്ഡലങ്ങൾ, ദേശത്തിന്റെ മാന്ത്രിക മണ്ഡലങ്ങൾ, സകല പൈശാചിക മണ്ഡലങ്ങൾ അവ തിരിച്ചറിയുവാൻ തക്കവണ്ണം ഇടവരുത്തപ്പെട്ടു. പരിശുദ്ധന്റെ ശക്തി തന്റെ ദാസനോടൊപ്പം ഉണ്ടായിരുന്നു. ആമേൻ. മൂന്നാമത്തെ വർഷകാലത്തിന്റെ അവസാന പാദത്തിൽ ശക്തിയേറിയ പ്രതികൂലം ഡെമട്രൈസ് എന്ന് പറയുന്ന മനുഷ്യൻ, അത് അർത്തമീസ് ദേവതയ്ക്ക് പരിപൂർണമായ വിഗ്രഹങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന മനുഷ്യൻ, അർത്തമീസ് ദേവതയെ പരിപൂർണമായി ആരാധിക്കുവാൻ പോയിക്കൊണ്ടിരുന്ന എഫെസസിലെ ജനങ്ങൾ അതിനെ വിട്ട് യേശുവിലേക്ക് തിരിക്കുന്നു എന്ന് കണ്ടപ്പോൾ ദേശത്തിൽ കലഹങ്ങൾ സൃഷ്ടിക്കുന്നു. കലഹങ്ങളുടെ മുമ്പിൽ പരിപൂർണമായി ദൈവത്തിന്റെ വചനം പ്രസംഗിക്കുന്നു നിർത്തിയിട്ട് അപ്പോസ്തലനായ പൗലോസ് കടന്നു പോകുകയാണ്. ത്തിൽ കാണുവാൻ തക്കവണ്ണം തന്നെ ഇടയാകുന്ന മൈൽട്ടസ് പട്ടണത്തിൽ വെച്ചാണ്. മൈൽട്ടസ് പട്ടണത്തിൽ 200-ലധികം വ്യക്തികളുടെ മധ്യത്തിൽ ദൈവത്തിന്റെ വചനം ഈ മനുഷ്യൻ പ്രസംഗിച്ചു. 200-ലധികം മധ്യത്തിൽ ജനങ്ങളുടെ മധ്യ ദൈവത്തിന്റെ വചനം പ്രസംഗിച്ച അപ്പോസ്തലനായ പൗലോസ് മൈൽട്ടസിൽ നിന്നും ഗ്രേസിലേക്കും, ഗ്രേസിൽ നിന്നും സുറിയായിലേക്കും, സുറിയായിൽ നിന്നും ഈ മനുഷ്യൻ നേരിട്ട് ജെറൂസലേമിലേക്ക് കടന്നു പോകുന്നു. ജെറൂസലേമിൽ വെച്ച് ഈ മനുഷ്യൻ ബന്ധിതനാകുന്നു. താൻ സീസർക്ക് അപ്പീൽ കൊടുത്തതുകൊണ്ട് താൻ റോമിലേക്ക് കടന്നു പോകുവാൻ തക്കവണ്ണം ഇടവരുത്തപ്പെട്ടു. റോമിലെ കാരാഗ്രഹ നാളുകളിൽ ഈ മനുഷ്യൻ 4 ലേഖനങ്ങൾ എഴുതുവാൻ തക്കവണ്ണം ഇടയായി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ലേഖനമാണ് എഫെസസിലെ ദൈവസഭയ്ക്ക് താൻ എഴുതിയ ലേഖനം. കരങ്ങൾ ദൈവത്തെ സ്തുതിച്ച് ഇന്ന് രാത്രി കാലം എഫേസർക്ക് ഇത് ലേഖനത്തിൽ നിന്നും നാം ചിന്തിക്കുവാൻ തക്കവണ്ണം താല്പര്യപ്പെടുന്നു. നമ്മുടെ ചിന്താഗതികൾ 3-ാമത്തെ അധ്യായത്തിലേക്കാണ് തിരിയുന്നത്. കരങ്ങൾ തൊട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുക. AD 62 താൻ കാരാഗ്രഹത്തിലായിരുന്നപ്പോൾ എഴുതിയ ഈ ലേഖനം ഏറ്റവും വലിയ അനുഗ്രഹപ്രദവും ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന പൈതങ്ങൾക്ക് ഇത് അനുഗ്രഹവുമായി തീരുവാനിട വരുത്തപ്പെടുകയാണ്. 6 അധ്യായങ്ങളാണ് ഈ പുസ്തകത്തിനകത്ത് നമുക്ക് കാണുവാൻ കഴിയുന്നത്. 1, 2, 3 അധ്യായങ്ങൾ ഉപദേശ സംബന്ധമായ വിഷയാദികൾ നമ്മുടെ കൺമുമ്പിൽ നിരത്തി വയ്ക്കുമ്പോൾ 4, 5, 6 അധ്യായങ്ങൾ പ്രായോഗിക ജീവിതത്തിൽ ക്രിസ്തീയ വിശ്വാസികൾ നിവർത്തിക്കേണ്ട സകല കാര്യാദികളും ഇതിനകത്ത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ആമേൻ. ഒരുമിച്ച് ഒന്ന് പ്രതികരിച്ച് എന്ന് ഞാൻ പറയുന്നതിനേക്കാളും മുമ്പ് നിങ്ങൾ പ്രതികരിക്കുന്നതാണ് നല്ലത്. ഹാലലുയയും സ്തോത്രവും ഞാൻ പറയിപ്പിക്കുവാൻ നിങ്ങൾ ശ്രമിക്കരുത്. നിങ്ങൾ ദൈവത്തെ സ്തുതിക്കുവാൻ തക്കവണ്ണം ശ്രമിക്കുക. ഹാലലൂയ. ശക്തിയോടെ ഹാലലൂയ. ഒരുമിച്ച് ഹാലലൂയ. ഒന്നാമത്തെ ഈ 6 അധ്യായങ്ങളിലും ആകമാനം കാണപ്പെടുവാൻ തക്കവണ്ണം കഴിയുന്നത് The Church of the Living God. ജീവനുള്ള ദൈവത്തിന്റെ സഭ. ഒരൊക്കെ പറയൂ, ജീവനുള്ള ദൈവത്തിന്റെ സഭ. ഒരുമിച്ച് ജീവനുള്ള ദൈവത്തിന്റെ സഭ. നാം ജീവനുള്ളവരാണ്. അതിനാണ് നാം ജീവനുള്ള ദൈവത്തെ ജീവനോടെ സ്തുതിക്കേണ്ടിയിരിക്കുന്നു. നാം സ്തുതിക്കുമ്പോൾ അന്ധകാര ശക്തികൾ തകരുന്നു. നാം സ്തുതിക്കുമ്പോൾ വാഴ്ചകൾ തകരുന്നു. നാം സ്തുതിക്കുമ്പോൾ സകല ഈവിൾ പവേഴ്സ് തകരുന്നു. നാം ദൈവത്തെ സ്തുതിക്കുമ്പോൾ സകല വാഴ്ചകൾ മാത്രമല്ല, ഈവിൾ പവേഴ്സ് മാത്രമല്ല, സകല മാസ്റ്റർ സ്പിരിറ്റ്സ് തകരുന്നു. വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിക്കുക. ആമേൻ. ശക്തിയോടെ ജീവനുള്ള ദൈവത്തിന്റെ സഭ. 6 അധ്യായങ്ങളിൽ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്ന ഈ വിഷയമാണ്. ഇതിൽ 1-ാമത്തെ അധ്യായം ജീവനുള്ള ദൈവത്തിന്റെ സഭ ക്രിസ്തുവിന്റെ ശരീരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് എഴുതി ചേർത്തിരിക്കുന്നു. ഇതിന് 2-ാമത്തെ അധ്യായം ജീവനുള്ള ദൈവത്തിന്റെ സഭ ഒരു ആലയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് പഠിപ്പിക്കുമ്പോൾ 3-ാമത്തെ അധ്യായം ജീവനുള്ള ദൈവത്തിന്റെ സഭ ഒരു മർമ്മവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് പഠിപ്പിക്കുകയാണ്. 4-ാമത്തെ അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ ജീവനുള്ള ദൈവത്തിന്റെ സഭ ഒരു പുതുമനുഷ്യരോട് ബന്ധപ്പെട്ടിരിക്കുന്നു. 5-ാമത്തെ അധ്യായം ജീവനുള്ള ദൈവത്തിന്റെ സഭ ഒരു മണവാട്ടിയോട് ബന്ധപ്പെട്ടിരിക്കുന്നു. 6-ാമത്തെ അധ്യായം ജീവനുള്ള ദൈവത്തിന്റെ സഭ പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം പ്രാർത്ഥനാ മല്ലന്മാരുമായി ബന്ധപ്പെടുകയാണ്. ദേശത്തിന്റെ മേൽ വ്യാപരിക്കുന്ന വാഴ്ചകൾക്കെതിരെ, ദേശത്തിന്റെ മേൽ
വ്യാപരിക്കുന്ന സകല ഈവൽ പവേഴ്സിനെതിരെ, ദേശത്തിന്റെ മേൽ വ്യാപരിക്കുന്ന സകല മാസ്റ്റർ സ്പിരിറ്റ്സിനെതിരെ, ദേശത്തിന്റെ മേൽ വ്യാപരിക്കുന്ന സകല വിക്കറ്റ്നെസ്സിനെതിരെ പോരാടുവാൻ തക്കവണ്ണം ഇറങ്ങി വന്നിരിക്കുന്ന ഒരു കൂട്ടം വിളിച്ചു വേർതിരിക്കപ്പെട്ട ദൈവത്തിന്റെ പൈതങ്ങളുമായി ദൈവത്തിന്റെ സഭ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ഈ പുസ്തകത്തിലെ 6-ാമത്തെ അധ്യായം പഠിപ്പിക്കുകയാണ്. കരങ്ങളെ ദൈവത്തെ മഹത്വപ്പെടുത്തുക. ശക്തിയോടെ ശക്തിയോടെ ശക്തിയോടെ. സ്വർഗത്തിലെ ദൈവത്തിന് സകല മനുഷ്യരെ കുറിച്ചൊരു പദ്ധതിയുണ്ട്. ദൈവത്തിന്റെ പദ്ധതി കാലാകാലങ്ങൾക്ക് മുമ്പേയുള്ള ദൈവത്തിന്റെ പദ്ധതിയാണ്. ഒരു മനുഷ്യൻ രക്ഷിക്കപ്പെടുമ്പോഴല്ല ദൈവം തന്റെ പദ്ധതിയെ ഉരുവാക്കി വെക്കുന്നത്. ഒരു മനുഷ്യൻ കർത്താവിനെ കണ്ടുമുട്ടുമ്പോഴല്ല ഒരു മനുഷ്യനെ കുറിച്ച് ദൈവം പദ്ധതികൾ രേഖപ്പെടുത്തി വെക്കുന്നത്. ലോകസ്ഥാപനത്തിന് മുൻപേ ദൈവം മാനവജാതിയെ കുറിച്ച് പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നു. ഇന്ന് രാത്രികാലം ഞാൻ വിളിച്ചു പറയുന്നത്, യൂള കർത്താവിനെ കണ്ടുമുട്ടിയ അന്നല്ല ഞാനിവിടെ പ്രസംഗിക്കുമെന്ന് ദൈവം രേഖപ്പെടുത്തി വെച്ചത്. ഈ ലോകത്തിന് ദൈവം സ്ഥാപനം ഇടുന്നതിന് മുമ്പേ, ഈ ലോകത്തിന് ദൈവം അടിസ്ഥാനം ഇടുന്നതിന് മുൻപേ സ്വർഗത്തിലെ ദൈവം എന്നെ കുറിച്ചൊരു പദ്ധതി തയ്യാറാക്കി വെച്ചിരുന്നു. ലോകസ്ഥാപനത്തിന് മുമ്പേ സ്വർഗത്തിലെ ദൈവം എന്നെ കുറിച്ചൊരു പദ്ധതി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രികാലം ഇതിനകത്തിരിക്കുന്ന ഓരോ പൈതങ്ങളെ കുറിച്ചും ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ദൈവത്തിന് ഒരു പദ്ധതി ഉണ്ടാകുമ്പോൾ അതിനെ തകർക്കുവാൻ തക്കവണ്ണം ചിലപ്പോൾ പിശാച് ശ്രമിച്ചെത്തിരിക്കാം. പക്ഷെ പിശാചിന്റെ പദ്ധതികൾ ഒരിക്കലും വിജയിക്കത്തില്ല. കാരണം സ്വർഗത്തിലെ ദൈവത്തിന്റെ പദ്ധതികൾ മാത്രമേ വിജയിക്കത്തുള്ളൂ. ദൈവത്തിന്റെ പദ്ധതികൾ കാലാകാലങ്ങൾക്ക് മുൻപേ, ലോകസ്ഥാപനത്തിന് മുൻപേ സ്വർഗത്തിലെ ദൈവം അത് ലോകത്തിന് അടിസ്ഥാനം ഇടുന്നതിന് മുൻപേ ദൈവത്തിന്റെ പദ്ധതികൾ ദൈവം രേഖപ്പെടുത്തി വെച്ചെങ്കിൽ ക്രിസ്തു അത് കാൽവരിയിൽ നിവർത്തിച്ചു കഴിഞ്ഞു. ക്രിസ്തു കാൽവരിയിൽ ദൈവത്തിന്റെ പദ്ധതികൾ നിവർത്തിച്ചു എന്ന് ഒരു വ്യക്തി എപ്പോൾ വിശ്വസിപ്പാൻ തക്കവണ്ണം ഇടയാകുമോ അപ്പോൾ പരിശുദ്ധന്റെ ആത്മാവ് ആ വ്യക്തികളുടെ ഹൃദയത്തിൽ ആ മുദ്ര പതിപ്പിക്കുകയാണ്. അർത്ഥം രക്ഷിക്കപ്പെട്ട മക്കൾ ഇന്ന് രാത്രി ഇതിനകത്തുണ്ടെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഒരു മുദ്ര പതിഞ്ഞ് കിടപ്പുണ്ട്. അത് പരിശുദ്ധന്റെ മുദ്രയാണ്. വിശ്വസിക്കുന്നവർ ദൈവത്തെ മഹത്വപ്പെടുത്തുക, ശക്തിയോടെ മഹത്വപ്പെടുത്തുക. ഇതൊരു സാധാരണ മുദ്രയല്ല, ഇത് മനുഷ്യരുണ്ടാക്കിയ മുദ്രയല്ല, ഇത് ലോകത്തിലെ നീതിമാന്മാർക്ക് അറിയാവുന്ന മുദ്രയല്ല, ഇത് ഈ ലോകത്തിലെ സകല ന്യായാധിപതികൾ ഉണ്ടാക്കിയ മുദ്രയല്ല. ഇത് പരിശുദ്ധാത്മാവ് വിശ്വസിക്കുന്നവരുടെ ഹൃദയങ്ങളിലിട്ട മുദ്രയത്രേ. ആ മുദ്രയ്ക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നുണ്ട്. ദൈവത്തിന്റെ പദ്ധതി കാൽവരിയിലെ നിവർത്തിച്ചു. പരിശുദ്ധാത്മാവ് മുദ്രയിട്ടു. പരിശുദ്ധാത്മാവ് മുദ്രയിട്ട പദ്ധതി മറ്റൊന്നല്ല, ദൈവത്തിന്റെ മഹത്വം ദൈവത്തിന്റെ വിശുദ്ധന്മാരുടെ മേൽ വെളിപ്പെട്ടിരിക്കുന്നു. ദൈവത്തിന്റെ വിശുദ്ധന്മാരുടെ മേൽ വെളിപ്പെട്ടിരിക്കുന്ന ദൈവത്തിന്റെ മഹത്വം ദൈവത്തിൽ വിശ്വസിക്കുന്ന ദൈവത്തിന്റെ പൈതങ്ങളുടെ മേൽ വരണം. ആമേൻ. ദൈവത്തിന്റെ മഹത്വം ദൈവത്തിന്റെ പൈതങ്ങളുടെ മേൽ വരണമെന്ന് ദൈവം കാണുമ്പോൾ അവയ്ക്കെതിരെ ഏത് അന്ധകാര ശക്തി വരട്ടെ, ഏത് പൈശാചിക ശക്തികൾ വരട്ടെ, അവയൊന്നും വിജയിക്കുവാൻ തക്കവണ്ണം പോകുന്നില്ല. കാരണം സ്വർഗത്തിലെ ദൈവത്തിന്റെ പദ്ധതി വലുത്. രാത്രികാലം അവന്റെ പദ്ധതിനകത്ത് വെളിപ്പെട്ട് വന്നിട്ടുണ്ട്. Praise the Lord. ഒരുമിച്ച് ഹല്ലേലൂയ. ദൈവത്തിന്റെ മഹത്വം ദൈവത്തിന്റെ ഭക്തന്മാരുടെ മേൽ, ദൈവത്തിന്റെ മഹത്വം യേശു ക്രിസ്തുവിന്റെ മേൽ, യേശു ക്രിസ്തുവിന്റെ മേൽ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെട്ടിരുന്നത് കൊണ്ട് യേശുവിന് അത്ഭുതങ്ങൾ ചെയ്യുവാൻ തക്കവണ്ണം സാധ്യമായി. 33 വർഷ കാലഘട്ടം ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുകയും 3 വർഷ കാലഘട്ടം അത്ഭുതങ്ങളെ ചെയ്യുകയും വീര്യം പ്രവർത്തിക്കുകയും ചെയ്തുള്ള യേശുവിന്റെ മേൽ ദൈവത്തിന്റെ മഹത്വം വ്യാപരിക്കപ്പെട്ടിരുന്നത് കൊണ്ടാണ് അപ്പോസ്തല പ്രവർത്തികൾ 10:38 ഇപ്രകാരമാണ് രേഖപ്പെടുത്തുന്നത്. യേശുവിനെ സ്വർഗത്തിലെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്യുകയും മാത്രമല്ല സ്വർഗത്തിലെ ദൈവം യേശുവിനോടൊപ്പം ഇരുന്നതും കൊണ്ട് അവൻ അത്ഭുതം ചെയ്യുകയും പിശാച് ബാധിച്ചവരൊക്കെയും സൗഖ്യമാക്കുകയും നന്മ ചെയ്തതുമായ വിവരം നിങ്ങൾ അറിയുന്നുവല്ലോ. അർത്ഥം ഇന്ന് രാത്രിയിൽ ഇവിടെ പ്രസംഗിക്കപ്പെടുന്ന സകല കാര്യാദികളും ദൈവത്തിന്റെ ആത്മാവിനാൽ നിറയപ്പെട്ട വ്യക്തികൾക്ക് ദൈവത്തിന്റെ ആത്മാവ് നമ്മെ വെളിപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. അതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. യേശുവിന്റെ മേൽ ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കപ്പെട്ടിരുന്നു. യേശുവിന്റെ മേൽ പരിശുദ്ധന്റെ മഹത്വം വെളിപ്പെട്ടു വന്നിരുന്നു. ദൈവത്തിന്റെ മഹത്വം യേശുവിന്റെ മേൽ വെളിപ്പെട്ടു വന്നതുകൊണ്ട് യേശുവിന് അത്ഭുതങ്ങൾ ചെയ്യുവാൻ കഴിഞ്ഞു. മാത്രമല്ല യേശുവിന് നന്മ പ്രവർത്തിക്കുവാൻ സാധ്യമായി. നന്മ പ്രവർത്തിക്കുക മാത്രമല്ല മനുഷ്യനായ യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ച് പിതാവിന്റെ വലത്ത് ഭാഗത്തേക്ക് പിടിച്ചിരുത്തിയതും സ്വർഗത്തിലെ ദൈവത്തിന്റെ ആത്മാവിന്റെ വിലയേറിയ ശക്തിയത്രേ. മാത്രമല്ല സ്വർഗത്തിലെ കർത്താവ് അത് പിതാവിന്റെ വലത്ത് ഭാഗത്ത് എത്തിയപ്പോൾ സ്വർഗത്തിലെ ദൈവം അവന് സകലത്തിലും അധികാരം നൽകി കൊടുക്കുവാൻ തക്കവണ്ണം ഇടയായി. അതിന് സാധാരണ അധികാരമല്ല, സകല പ്രിൻസിപ്പാലിറ്റീസിന്റെ മേൽ, സകല പവേഴ്സിന്റെ മേൽ, സകല മാസ്റ്റർ സ്പിരിറ്റ്സിന്റെ മേൽ, master spirits of this present darkness. ആമേൻ. ഈ അന്ധകാരത്തിന്റെ സകല ലോകാധിപതികളുടെ മേൽ യേശുവിന് സ്വർഗത്തിലെ ദൈവം അധികാരം നൽകി കൊടുത്തു. ഇതൊരു സാധാരണ അധികാരമല്ല, an extraordinary anointing. ആമേൻ. വിശ്വസിക്കുന്ന ദൈവപൈതങ്ങൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു.
വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. Extraordinary power. Oh, Rababa Shikaria. Praise the Lord. സകല വാഴ്ചകളുടെ മേൽ, സകല അധികാരങ്ങളുടെ മേൽ, സകല ലോകാധിപതികളുടെ മേൽ, മാത്രമല്ല സകല വിക്ടഡ്നെസ്സിന്റെ മേൽ യേശുവിന് സ്വർഗത്തിലെ ദൈവം അധികാരം നൽകി കൊടുത്തു. ഏതധികാരം? അവയെ പരിപൂർണമായി തന്റെ കൽക്കീഴിലാക്കുവാനുള്ള അധികാരം സ്വർഗത്തിലെ ദൈവം യേശുവിന് നൽകി കൊടുത്ത അധികാരം യേശു തന്റെ സഭയ്ക്ക് നൽകി കൊടുത്തിരിക്കുകയാണ്. ഇന്ന് രാത്രികാലം ഇവിടെ ഇരിക്കുന്ന മക്കളും സാധാരണക്കാരല്ല, ഒരു അസാധാരണക്കാരാണ്. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു സാധാരണ വ്യക്തിയായി ജീവിക്കുവാനല്ല യേശു ഇന്ന് രാത്രികാലം എന്നെ കണ്ടിരിക്കുന്നത്. ഒരു അസാധാരണ മണ്ഡലത്തിലേക്ക് വളരുവാൻ പരിശുദ്ധ ആത്മാവ് നിന്നെ കുറിച്ച് രാത്രികാലം പദ്ധതികൾ സൃഷ്ടിച്ചിട്ടുണ്ട്. അവന്റെ പദ്ധതികളെ തകർക്കുവാൻ ആർക്കും സാധ്യമല്ല. ആ വിലയേറിയ രക്തത്തിനായി സ്തോത്രം ചെയ്ത്, ആ വിലയേറിയ രക്തത്തിനായി സ്തോത്രം ചെയ്ത്, ആ രക്തം ഇന്ന് രാത്രികാലം നമ്മുടെ മേൽ ഒഴുകി വരികയാണ്. വിശ്വസിക്കുന്നവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആ രക്തത്തിന്റെ ശക്തി വെളിപ്പെട്ട് വന്നിട്ടുണ്ട്. ആ രക്തം കാണുമ്പോൾ പിശാച് വിറയ്ക്കുകയാണ്. ആ രക്തം കാണുമ്പോൾ പാപത്തിന്റെ ശക്തികൾ തകരുകയാണ്. ആ രക്തം കാണുമ്പോൾ ദുഷ്ട സൈന്യങ്ങൾ അതിനു മുമ്പ് നിൽക്കുവാൻ തക്കവണ്ണം സാധ്യമാകുന്നില്ല. കാരണം യേശുവിന്റെ രക്തത്തിന് മുൻപാകെ പാപത്തിന്റെ ശക്തികൾ തകരുന്നു. യേശുവിന്റെ രക്തത്തിന് മുൻപാകെ പൈശാചിക ശക്തികൾ അഴിയുന്നു. യേശുവിന്റെ രക്തത്തിന് മുൻപാകെ ശാപത്തിന്റെ കെട്ടുകൾ നീങ്ങി പോകുന്നു. ഇന്ന് രാത്രി കാലം ശാപത്തെ തകർക്കുന്ന, അതേ പാപത്തെ തകർക്കുന്ന, അതേ രോഗത്തെ തകർക്കുന്ന യേശുവിന്റെ രക്തം വെളിപ്പെടുകയാണ്. ആ രക്തം എന്റെ മേൽ വെളിപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ ആരെയും ഭയപ്പെടേണ്ട കാര്യമില്ല. ആ രക്തം എന്റെ മേൽ വെളിപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ എന്റെ പിശാചിനെ ഭയപ്പെടേണ്ട കാര്യമില്ല. ആ രക്തം എന്റെ മേൽ വെളിപ്പെട്ട് കഴിഞ്ഞാൽ ഒരു സൈന്യം തന്നെ എനിക്ക് നേരെ പാളയം ഇറങ്ങിയാലും ഞാൻ ഭയപ്പെടത്തില്ല. കാരണം രക്തം എന്റെ മേൽ മുദ്രയിടപ്പെട്ടിരിക്കുകയാണ്. I am under the control of the Holy Spirit. എന്റെ വിശ്വാസ ജീവിതത്തിൽ ഭാരങ്ങളേറുമ്പോൾ സ്നേഹിതർ മാറിടും ജീവിത പാതകളിൽ. ഭാരങ്ങളേറുമ്പോൾ സ്നേഹിതർ മാറിടും ജീവിത പാതകളിൽ. യേശുവെന്റെ കൂടെയുണ്ട്, എന്റെ കോട്ടയം ശരണമേ. യേശുവെന്റെ കൂടെയുണ്ട്, എന്റെ കോട്ടയം ശരണമേ. ഒരു സൈന്യമെന്റെ നേരെ പാളയമിറങ്ങിയാൽ ഞാൻ ഭയപ്പെടില്ല. ഒരു സൈന്യമെന്റെ നേരെ പാളയമിറങ്ങിയാൽ ഞാൻ ഭയപ്പെടില്ല. ഞാനാരെ ഭയപ്പെടും? എന്റെ വിശ്വാസ ജീവിതത്തിൽ ഞാനാരെ ഭയപ്പെടും? എന്റെ വിശ്വാസ ജീവിതത്തിൽ. കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ, ശക്തിയോടെ ഹല്ലേലൂയ. ദൈവത്തിന്റെ പദ്ധതി യേശു ക്രൂസിൽ നിവർത്തിച്ചു. യേശു നിവർത്തിച്ച പദ്ധതിയെ പരിശുദ്ധാത്മാവ് മുദ്രയിട്ടു. പരിശുദ്ധാത്മാവ് മുദ്രയിട്ടത് ദൈവത്തിന്റെ പദ്ധതിയാണ്. ദൈവത്തിന്റെ പദ്ധതിയെ ദൈവം തന്റെ സഭയ്ക്ക് നൽകിക്കൊടുത്തു. സഭയിൽ രണ്ട് കൂട്ടർ, യഹൂദന്മാർ, അവർ മാത്രമാണ് ദൈവത്തിന്റെ സകല അവകാശത്തിനും ഏക യോഗ്യർ. പക്ഷെ യേശുവിന്റെ രക്തം ജാതികളായിരുന്ന നമ്മെ കൂടി യോഗ്യരാക്കി തീർത്തു. ആമേൻ. ഇത് ദൈവത്തിന്റെ വിലയേറിയ ഒരു മിസ്റ്ററിയാണ്. എ മിസ്റ്ററി ഓഫ് ഗോഡ്, എ മർമ്മം. മിസ്റ്ററി. ഉറക്കെ പറയൂ, മർമ്മം. ഇങ്ങനെ പറഞ്ഞാൽ പറ്റത്തില്ല, ഉറക്കെ തന്നെ പറയണം. മർമ്മം. ഉറക്കെ. മർമ്മം. മിസ്റ്ററി. ഉറക്കെ. 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 4-5 പേർ അവിടെ ഇരുന്നു കൊണ്ടും കുറെ പേർ ഇവിടെ ഇരുന്നു കൊണ്ടും അങ്ങനെ ഇങ്ങനെയും പറയേണ്ട ഒരേ ശബ്ദത്തിൽ പറഞ്ഞ മിസ്റ്ററി. ശക്തിയോടെ ഇനിയും കാരണം ഇവിടെ മർമ്മം വെളിപ്പെടുകയാണ്. സ്തോത്രം. ഇങ്ങനെ സ്തോത്രം പറഞ്ഞാൽ പറ്റത്തില്ല, ഉറക്കെ തന്നെ പറയണം. ഇന്ന് രാത്രി ഇവിടെ മർമ്മം വെളിപ്പെടുകയാണ്, മിസ്റ്ററി വെളിപ്പെടുകയാണ്.
മിസ്റ്ററി ദൈവത്തിന്റെ രഹസ്യമാണ്. ആമേൻ. 1 കൊരിന്ത്യർ 15-ാം അധ്യായം അതിന്റെ 51-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് രേഖപ്പെടുന്നത്. ടേക്ക് നോട്ടീസ്, ഐ ടെൽ യു എ മിസ്റ്ററി, എ സീക്രട്ട് ട്രൂത്ത്, an event decreed by the hidden purpose or counsel of God. Amen. ഓയ്, ഹലോ, ഉറക്കെ ഒരു ഹാലുടിയെ പറഞ്ഞേ. A mystery, a secret truth, a hidden purpose or counsel of God. Amen. മർമ്മം ദൈവത്തിന്റെ ഹൃദയത്തിലെ പരമമായ രഹസ്യം. ഒന്നുകൂടി പറഞ്ഞാൽ, ദൈവത്തിന്റെ ഹൃദയത്തിലെ രഹസ്യം. എ സേക്രഡ് സീക്രട്ട്. സേക്രഡ് അർത്ഥം വിശുദ്ധം, സീക്രട്ട് അർത്ഥം രഹസ്യം. വിശുദ്ധൻ ഒരുവനേ ഉള്ളൂ, അതിന്റെ സ്വർഗത്തിലെ ദൈവമാ. വിശുദ്ധനായ ദൈവത്തിന്റെ ഹൃദയത്തിലെ രഹസ്യം, വിശുദ്ധമായ രഹസ്യം, അത് കാലാകാലങ്ങളായി മറയപ്പെട്ടിരിക്കുന്ന രഹസ്യം. ദൈവത്തിന്റെ പൈതങ്ങൾക്ക് അത് വെളിപ്പെടുത്തി കൊടുക്കുവാൻ ദൈവത്തിന് മനസ്സല്ലവ. ആ രഹസ്യം വെളിപ്പെട്ട് വരുമ്പോൾ മനുഷ്യന്റെ സകല പ്രശ്നത്തിലും വിരാമം കുറിക്കപ്പെടുകയാണ്. പ്രശ്നങ്ങൾ ഉളവാക്കുന്ന അന്ധകാര ശക്തി ദൈവത്തിന്റെ പദ്ധതിയുടെ മുമ്പിൽ തകരുന്നു. ഈ സ്റ്റേജിൽ എന്നെ നാഥൻ നിൽക്കുന്നുണ്ട്. ആയിരക്കണക്കിന് ദൂതന്മാർ ഗ്രൗണ്ടിന് ചുറ്റിലും കൂടി നിൽക്കുകയാണ്. അത് ഈ പദ്ധതി അറിയുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്ന ജനത്തിന് മേല ദൈവത്തിന്റെ പദ്ധതിയെ ശരിയായി വെളിപ്പെടുത്തി കൊടുക്കുവാൻ ഇന്ന് രാത്രിയിൽ ആയിരക്കണക്കിന് ദൂതന്മാർ വെളിപ്പെട്ട് വന്നു കഴിഞ്ഞു. ഞാൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ കെരൂബുകളെ ഞാൻ കാണുകയാണ്. അത്തരത്തിൽ കെരൂബുകൾ എവിടെയെങ്കിലും വന്നിട്ടുണ്ട് എങ്കിൽ എന്റെ നാഥൻ അവിടെ വെളിപ്പെട്ട് വന്നിട്ടുണ്ട്. ദൈവത്തിന്റെ മർമ്മം അപ്പോസ്തലൻ വെളിപ്പെടുത്തുവാനുള്ള കാരണം മറ്റൊന്നല്ല, ജാതികളായിരുന്ന നമ്മെ യേശുവിന്റെ രക്തത്താൽ ശുദ്ധീകരിച്ച് സ്വർഗത്തിലെ ദൈവവുമായി ഏകീഭാവിപ്പിക്കുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് മനസ്സലിവ് തോന്നിയപ്പോൾ ദൈവം ക്രിസ്തു യേശു മൂലക്കല്ലായിരിക്കെ അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ എന്ന അടിസ്ഥാനത്തിന്റെ മേൽ ദൈവസഭയെ പണിയുവാൻ തക്കവണ്ണം തുടങ്ങി. എഫേസ്യർ 2:20 അവിടെ എങ്ങനെ പഠിപ്പിക്കുന്നേ? അതൊരു മർമ്മമായിരുന്നു. എങ്കിൽ ആ മർമ്മം എന്താ പറഞ്ഞു വരുന്നത്? എഫേസ്യർക്കെഴുതിയ ലേഖനം 3:5. This mystery was never disclosed to human beings in past generations as it has now been revealed to his holy apostles and prophets by the Holy Spirit. മണ്ഡലങ്ങൾ തുറക്കപ്പെട്ട് കഴിഞ്ഞു. മറഞ്ഞിരിക്കുന്നതെല്ലാം വെളിപ്പെട്ട് തുടങ്ങുകയാണ്. മിസ്റ്ററി വെളിപ്പെട്ട് വന്നാൽ മർമ്മം വെളിപ്പെടണം. മർമ്മം വന്നാൽ മറ നീങ്ങും, കാര്യം വെളിപ്പെടും. മിസ്റ്ററി അത് കാലാകാലങ്ങളായി ദൈവം മാനവജാതിക്ക് അത് മറച്ചു പിടിച്ചുവെങ്കിൽ അപ്പോസ്തലന്മാർക്ക്, പ്രവാചകന്മാർക്ക് ദൈവം ആ മിസ്റ്ററി വെളിപ്പെടുത്തി. ആമേൻ. ആരാണ് അപ്പോസ്തലന്മാർ? മാർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം അവിടെ തിരിയുമ്പോൾ അപ്പോസ്തലന്മാർ ആരെന്ന് കാണുവാൻ തക്കവണ്ണം നമുക്ക് കഴിയും. അവിടെ ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവൻ മലയുടെ മുകളിലേക്ക് കയറിപ്പോയി. അവൻ തന്റെ അരികിലേക്ക് തനിക്ക് ഇഷ്ടപ്പെട്ടവരെ അവൻ തിരഞ്ഞെടുത്തു. അവർ അവന്റെ അരികിലേക്ക് വന്നു. വാക്യം 14. അവൻ ആ 12 പേരെ തന്നോടൊപ്പം ഇരിക്കുവാനും പ്രസംഗിക്കുവാൻ തക്കവണ്ണം പറഞ്ഞയക്കേണ്ടതിനും അവരെ അപ്പോയിന്റ് ചെയ്തു. ആമേൻ. We appointed to continue to be with him, and that he might send them out to preach as apostles or special messengers, and to have authority and power to heal the sick and to drive out demons. Amen. ഒരുമിച്ച് continue to be with him. യേശുവിനോടൊപ്പം ആയിരിക്കുവാൻ തക്കവണ്ണം തെരഞ്ഞെടുക്കപ്പെട്ടവർ. ഇന്ന് രാത്രിയിൽ അങ്ങനെ ഒരു അഭിഷേകം ഇതിനകത്ത് വന്നിട്ടുണ്ട്. നാഥനോടൊപ്പം മണിക്കൂറുകളായിരിക്കുവാൻ തക്കതായ ഒരു അഭിഷേകം വന്നിട്ടുണ്ട്.
ആ അഭിഷേകം ആർക്ക് വെളിപ്പെട്ട് വരുന്നുവോ അവന് ദൈവം വെളിപ്പാടുകൾ മറഞ്ഞിരിക്കുന്ന മർമ്മങ്ങൾ വെളിപ്പെടുത്തുവാൻ പോകുന്നു. കാരണം ലൂക്ക് 1:19 പറയുന്നു, അവിടെ ഗബ്രിയേൽ എന്ന ദൂതനെ കാണുവാൻ കഴിയും. അവന് സ്വർഗത്തിലെ ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കുന്നവനായതുകൊണ്ട് ദൈവം അവന് രഹസ്യങ്ങൾ വെളിപ്പെടുത്തി. അവൻ ദൈവത്തോടൊപ്പമായിരിക്കുന്നു. അവൻ പ്രസംഗിക്കുവാൻ അയക്കപ്പെടുന്നു. അവന്റെ പേര് സ്പെഷ്യൽ മെസ്സഞ്ചർ. ഒരു സാധാരണ ദൂതുവാഹിയല്ല, ദൈവത്തിന്റെ പ്രത്യേക നിയോഗത്താൽ അയക്കപ്പെട്ട ദൈവത്തിന്റെ പ്രത്യേക ദൂതൻ. ഗബ്രിയേലിനെ കുറിച്ച് ഗബ്രിയേൽ തന്നെ പറഞ്ഞത്, ഞാൻ ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേൽ ആകുന്നു. ദൈവം അയച്ചിട്ട് ദൂത് പറയാൻ ഞാൻ നിന്റെ അടുക്കൽ വന്നെത്തിയിരിക്കുകയാണ്. ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കുവാനെന്ന് രാത്രിയിൽ ആർക്കെങ്കിലും മനസ്സുണ്ട് എങ്കിൽ അവർക്ക് സ്വർഗത്തിലെ ദൈവം ചില ദൂതുകൾ പകരുവാൻ ഇറങ്ങി വന്നിട്ടുണ്ട്. അത് പ്രാപിക്കുവാൻ കഴിവുള്ളവർ പ്രാപിച്ച് പ്രാപിക്കുവാൻ തയ്യാറുണ്ടെങ്കിൽ പ്രാപിച്ചോ. ഇന്ന് രാത്രികാലം കർത്താവിനോടൊപ്പം ഇരിക്കുവാൻ പ്രത്യേക തരത്തിൽ ഒരു അഭിഷേകം വെളിപ്പെട്ട് വരികയാണ്. പ്രാർത്ഥിക്കുവാൻ ഉപവസിക്കുവാൻ ഒരു അഭിഷേകം. Power, the power anointing. സ്വർഗം തുറക്കപ്പെടുകയാണ്. മണ്ഡലങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു. ദൂതന്മാർ ഇറങ്ങി വന്നു കഴിഞ്ഞു. വരങ്ങൾ ഒഴുകി തുടങ്ങുന്നു. വരങ്ങൾ ഒഴുകി തുടങ്ങുന്നു. To be with my Jesus. എന്റെ യേശുവിനോടൊപ്പമായിരിക്കുക. അതൊരു അഭിഷേകമാണ്. അതൊരു ശുശ്രൂഷയാണ്. ആ ശുശ്രൂഷകൾ ലഭിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഞാൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആ ശുശ്രൂഷ പകരുവാൻ നാഥൻ വന്നിട്ടുണ്ട്. കാരണം സകല ശുശ്രൂഷകളും പകരുന്നത് എന്റെ യേശുനാഥനാണ്. അത് പകരുവാൻ യേശു വന്നിരിക്കുന്നു. പ്രാപിക്കുക, പ്രാപിക്കുക. മണിക്കൂറുകൾ ദൈവസന്നിധിയിലായിരിക്കുവാൻ ഒരു അഭിഷേകം. 8-10 മണിക്കൂറുകൾ ദൈവസന്നിധിയിലാകുവാൻ ഒരു അഭിഷേകം വെളിപ്പെട്ട് വരുന്നു. പ്രാപിക്കുവാൻ കഴിവുള്ളവർ പ്രാപിച്ചു, 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 പ്രാപിച്ചു. ആമേൻ. കണ്ണുകൾ തുറന്നു, കരങ്ങൾ ഉയർത്തിക്കോ. കണ്ണുകൾ തുറന്നോളൂ, കരങ്ങൾ ഉയർത്തിക്കോളൂ. മറയപ്പെട്ട് കിടക്കുന്ന ദൈവത്തിന്റെ പദ്ധതി, ആ പദ്ധതി അനുസരിച്ച് ഇവന്റെ മേൽ 2 പദ്ധതികൾ നാഥൻ വെച്ചിരിക്കുന്നു. ഒരു ഇവാഞ്ചലിസ്റ്റായി ഇവൻ പ്രയോജനപ്പെടുന്നത് പോലെ ഒരു പാസ്റ്ററൽ മിനിസ്ട്രിയിൽ ഇവൻ വന്നെത്തിച്ചേരണം. അത് ദൈവത്തിന്റെ പദ്ധതി. ആമേൻ. ഹല്ലേലൂയ. ഇന്നും ഇവനൊന്നും സാധ്യമായിട്ടില്ല. ആ അഭിഷേകത്തിന്റെ പടിവാതിൽക്കലെത്തുവാൻ അവന് പറ്റുന്നില്ല. പ്രാപിക്കുവാൻ വല്ലാതെ ഇവൻ താല്പര്യപ്പെടുന്നുണ്ട്. പക്ഷേ നാഥൻ എന്ന രാത്രി ഇത് പകരുവാൻ വന്നിരിക്കുന്നു. ഞാൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ഇവാഞ്ചലിസ്റ്റിക് ആൻഡ് പാസ്റ്ററൽ അനോയിന്റിങ് ഇവന്റെ മേൽ പകർന്ന ഡൽഹി, ജമ്മു കാശ്മീർ, ഹറിയാന, രാജസ്ഥാൻ എന്നീ മേഖലകളിലേക്ക് ദൈവം ഇവനെ അയക്കുന്നു. സഭകൾ സ്ഥാപിക്കുവാൻ ഇവന് പ്രത്യേക കൃപ പകരുന്നു. ഞാൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു അഭിഷേക മണ്ഡലം ഞാൻ കാണുന്നു. ഇപ്പോൾ ഇവന്റെ മേൽ അത് പകരപ്പെടുവാൻ തുടങ്ങുന്നു. ആ കരങ്ങൾ ഉയർത്തിയോ. ആ അഭിഷേകം നിന്റെ കരങ്ങളിൽ പകരപ്പെടുന്നു. ശക്തി വെളിപ്പെടുകയാണ്. ശക്തിയുടെ ഹല്ലേലൂയ. ദൈവത്തിന്റെ സന്നിധിയിൽ മറയപ്പെട്ടിരിക്കുന്ന രഹസ്യം, അതോരോ മനുഷ്യനെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി. ഒരുമിച്ച് ദൈവത്തെ സ്തുതിച്ചേ. എനിക്ക് ദൈവം അത് പകരണമെന്ന് പറയുന്നവർ ദൈവത്തെ സ്തുതിച്ചേ. ഒരു പ്രവാചക അഭിഷേകം ഒഴുകി വരുന്നു.
ദൈവത്തോടൊപ്പം ഇരിക്കുവാൻ അഭിഷേകം ഇറങ്ങി വരുന്നു. ദൈവത്തിന്റെ വചനം പ്രസംഗിക്കുവാൻ തക്കതായ അഭിഷേകം ഇറങ്ങുന്നു. തീർന്നില്ല, തീർന്നില്ല, തീർന്നില്ല. രോഗികളെ സൗഖ്യമാക്കുവാൻ അഭിഷേകം വെളിപ്പെടുന്നു. ഭൂതങ്ങളെ പുറത്താക്കുവാൻ അഭിഷേകം വെളിപ്പെടുന്നു. അത് പ്രാപിക്കുവാൻ തയ്യാറുള്ളവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. പ്രാപിക്കുക. അത് പകരപ്പെടുകയാണ്, പകരപ്പെടുകയാണ്. വ്യക്തികളുടെ മേലെ താമസിക്കപ്പെടുകയാണ്. രാത്രി ധൈര്യമുണ്ടെങ്കിൽ നിനക്ക് എഴുന്നേൽക്കാൻ നടക്കാം. ദൈവം നിന്നെ സുഖമാക്കുകയാണ്. ദൈവത്തിന്റെ ശക്തിന്റെ മേൽ പകരപ്പെടുകയാണ്. യേശുവിന്റെ നാമത്തില് ഒരുമിച്ച് ഹല്ലേലൂയ, ശക്തിയുടെ ഹല്ലേലൂയ. അഭിഷേകം വെളിപ്പെടുമ്പോൾ കർത്താവിനോടൊപ്പം ഇരിക്കുവാൻ നിനക്ക് അധികാരം വരുന്നു. അഭിഷേകം വെളിപ്പെടുമ്പോൾ നിനക്ക് രോഗികളെ സൗഖ്യമാക്കുവാൻ അധികാരം വെളിപ്പെടുന്നു. അത് വെളിപ്പെടുകയാണ് എന്റെ വേല. അത് പകരപ്പെടുകയാണ് എന്റെ വേല. Power, 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 mighty power. That same power, the same power. അടങ്ങ്. Glory, glory, glory. The glory of God, glory of God. ദൈവത്തിന്റെ മഹത്വം ഇറങ്ങിക്കഴിഞ്ഞു. നിന്റെ മേൽ വെളിപ്പെട്ട് വരുന്നു. നിന്റെ മേൽ വെളിപ്പെട്ട് വരുന്നു. Receive the power. അഗ്നി പകരപ്പെടുകയാണ്. ഇതിനകത്ത് ശക്തി പുറപ്പെടുകയാണ്. പ്രാപിക്കുവാൻ കഴിവുള്ളവർ പ്രാപിച്ചു. നോക്കുമ്പോൾ രോഗികൾ സുഖമായി തുടങ്ങുന്നു. രോഗികൾ സുഖമായി തുടങ്ങുന്നു. ശ്വാസകോശ സംബന്ധമായ രോഗികൾ രാത്രി സൗഖ്യമാകുകയാണ്. ആസ്മാറ്റിക് പ്രോബ്ലംസ് തകരുകയാണ്. ബ്രോങ്കൈറ്റിസ് വിട്ടുപോകുന്നു. ഒരുമിച്ച് ഹല്ലേലൂയ, ശക്തിയുടെ ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നടക്ക്, എഴുന്നേറ്റ യേശുവിന്റെ നാമത്തിൽ. നീ നടക്കുവാൻ തയ്യാറാകുമ്പോൾ ശക്തി നിന്റെ മേൽ വെളിപ്പെട്ട് വരും. അക്കരം നിന്റെ മേൽ പകരുവാൻ നാഥൻ വന്നിട്ടുണ്ട്. എഴുന്നേൽക്കുവാൻ നീ തയ്യാറാകുക. നടക്കുവാൻ തുടങ്ങുക യേശുവിന്റെ നാമത്തിൽ. Praise the Lord. Power, power, mighty power of the Holy Spirit is upon this arena. Oh, Rabba Shikara, Shikara. ബ്രോങ്കൈറ്റിസിനാൽ ഭാരപ്പെട്ട ആരോപടി ഇരിക്കുന്നു. ഇപ്പോൾ സുഖമായി തുടങ്ങുന്നു. ആ ഭാഗം ദർശിക്കുന്നു. സുഖമായി തുടങ്ങുന്നു. കരമുയർത്തുക. ശ്വാസകോശ സംബന്ധമായ തകരാറുകളെ ഭാരപ്പെടുന്ന ആരോ ഞാൻ അവിടെ അറിയുന്നു. ഇപ്പോൾ സൗഖ്യം വെളിപ്പെടുന്നു. കരമുയർത്തുക, ഉയർത്തുക, ഉയർത്തി കരവുമായി എഴുന്നേൽക്കുക. Receive the power. Power. ആമേൻ. ശക്തിയുടെ ആമേൻ, ശക്തിയുടെ ആമേൻ. ഒരുമിച്ച് ഹല്ലേലൂയ. God revealed his sacred secret to his apostles and prophets. Praise the Lord. ഒരുമിച്ച് ഹല്ലേലൂയ, ശക്തിയുടെ ഹല്ലേലൂയ. ദൈവം തന്റെ രഹസ്യം, തന്റെ പദ്ധതി അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും വെളിപ്പെടുത്തുന്നു. ഒരുമിച്ച് ശക്തിയോടെ. അപ്പോസ്തലൻ ദൈവത്തോടൊപ്പം ഇരിക്കുവാൻ തക്കവണ്ണം അധികാരം പ്രാപിച്ചവൻ. അപ്പോസ്തലൻ ദൈവത്തിന്റെ വചനം പ്രസംഗിക്കുവാൻ അയക്കപ്പെട്ടവൻ. അപ്പോസ്തലൻ രോഗികളെ സൗഖ്യമാക്കുവാൻ തക്കവണ്ണം ദൈവത്തിൽ നിന്ന് കൃപ പ്രാപിച്ചവൻ. അപ്പോസ്തലൻ ഭൂതങ്ങളെ പുറത്താക്കുന്നവൻ. അപ്പോസ്തലൻ സഹിഷ്ണുതയുള്ള മനുഷ്യൻ. അവൻ വീര്യപ്രവർത്തികളെ ചെയ്തെടുക്കുന്നു. കരങ്ങളെ തട്ടി. ഇന്ന് രാത്രി അതിവിടെ പകരപ്പെട്ടിരിക്കുന്നു. ഒരു പ്രവാചകൻ. ഒരുമിച്ച് പറഞ്ഞ പ്രവാചകൻ. ഇങ്ങനെ പറഞ്ഞ പറ്റത്തിൽ ഒരുമിച്ച് ഉറക്കെ പറയണം. കാരണം പ്രവാചക അഭിഷേകം ഇതിനകത്ത് വന്ന് കഴിഞ്ഞിരിക്കുന്നു. ഞാൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇത് പകരപ്പെട്ട് തുടങ്ങുകയാണ്. ഒരു സാധാരണ അഭിഷേകമല്ല, ഒരു അസാധാരണമായ മണ്ഡലത്തിൽ വെളിപ്പെട്ട് വരുന്നു. ഒരു പ്രബോധനാത്മകമായ പ്രവചനം പറയുവാനല്ല. ആമേൻ, പ്രൈസ് ദി ലോർഡ്. ഇനിയും ഒരിക്കൽ കൂടെ മഴ പെയ്താൽ ചിലപ്പോൾ ജനം ഇവിടെ തന്നെ ഇരിക്കുമായിരിക്കും. ആമേൻ. ഒരുമിച്ച് ഹല്ലേലൂയ, ശക്തിയോടെ ഹല്ലേലൂയ, ശക്തിയോടെ ഹല്ലേലൂയ. ഒരു പ്രവാചകൻ. ഒരുമിച്ച് പറഞ്ഞ പ്രവാചകൻ. അവൻ ദൈവത്തിന്റെ ഹൃദയം കാണണം.
മനുഷ്യന്റെ ഹൃദയം അറിയണം, മാത്രമല്ല ഭാവി അവൻ പ്രഡിക്റ്റ് ചെയ്യണം. എപ്പോഴും ഒരു പ്രവാചകന്റെ മേൽ ഒരു വാച്ച്മാൻ അനോയിന്റിങ് വെളിപ്പെട്ടിരിക്കും. ഒരു കാവൽക്കാരനാകുവാൻ തക്കതായ ഒരു അനോയിന്റിങ് ഒരു പ്രവാചകന്റെ മേൽ വന്നിരിക്കും. ആമേൻ. നിങ്ങൾ ഒരു പ്രവാചകൻ ആണെങ്കിൽ നിങ്ങൾ ഒരു കാവൽക്കാരനായി തീരുകയാണ്. ദേശത്തിലെ ജനത്തിന്റെ ഉള്ളറകളിലേക്ക് പൈശാചിക ശക്തികൾ കടന്നു കയറാതെ കാവൽ ചെയ്യേണ്ടത് ഒരു പ്രവാചകന്റെ ശുശ്രൂഷയാണ്. ഇന്ന് രാത്രികാലം ഇതിനകത്ത് അത് പ്രാപിക്കുവാൻ തക്കവണ്ണം മനസ്സുള്ള വ്യക്തികൾ കടന്നു വന്നതുകൊണ്ട് ഞാനത് വിളിച്ചു പറയുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ യാചനാവിനാൽ താല്പര്യപ്പെടുകയാണ്. ഒരു പ്രവാചകൻ എപ്പോഴും ദർശിക്കുവാൻ കഴിവുള്ളവനാകാം. നമുക്കൊരു ദർശകനെ കുറിച്ച് കാണാൻ ഇവിടെ കഴിയും. ആമേൻ. സ്തോത്രം. ശക്തിയോടെ ഞാൻ പറഞ്ഞു, ഒരു പ്രവാചകന്റെ മേൽ ഒരു കാവൽക്കാരന്റെ അഭിഷേകമുണ്ട്. ഉറക്കെ 2 ശമൂവേൽ 18:24. Now David was sitting between the 2 gates, and watchman went up to the roof over the gate by the wall. And when he looked, he saw a man running alone. The watchman called out and told the king. The king said, if he is alone, he has news to tell. And he came and drew near. Then the watchman saw another man running, and the watchman called to the gatekeeper, behold, another man running alone. The king said, he also bring news. Amen. Praise the Lord. Shaktiyode. Job told him, you shall not carry news today, but another time today you shall be no news, for the king's son is dead. ആരും അനങ്ങുന്നില്ല, ആരും എഴുന്നേറ്റ് പോകുന്നില്ല. ഇന്ന് രാത്രി എല്ലാവരും ദൈവത്തിന്റെ വചനം ഇവിടെ ശ്രവിക്കുകയാണ്. ശകലം താമസിച്ചാലും നിങ്ങൾ ആരും ഭാരപ്പെടുന്നില്ല. ദൈവത്തിന്റെ കരം ഇവിടെ വന്നിട്ടുണ്ട്. എനിക്ക് പ്രസംഗിക്കാൻ വിഷയങ്ങൾ ഇനിയും കിടക്കുകയാണ്. 3-ാമത്തെ അധ്യായം തീർന്നിട്ടില്ല, ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. പക്ഷെ നിങ്ങളുടെ ഹിതം എന്താണോ അതിനനുസരിച്ച് പരിശുദ്ധാത്മാവ് കാര്യങ്ങൾ നീട്ടും. Then said Job to the Cushite, go tell the king what you have seen. And the Cushite bowed to Job and ran. Then said Ahimaaz son of Zadok again to Job, but anywhere let me, I pray you, also run after the Cushite. Now David, അപ്പോൾ ദാവീദ് 2 വാതിൽക്കലുകളുടെ മധ്യത്തിൽ അവൻ ഇരിക്കുകയായിരുന്നു. കാവൽക്കാരൻ പുരമുകളിലേക്ക് കയറിപ്പോയി. അവൻ നോക്കിയപ്പോൾ ഒരു മനുഷ്യൻ ഓടി വരുന്നത് കണ്ടു. Watchman anointing. Praise the Lord. That is the anointing of a prophet. അതൊരു പ്രവാചകന്റെ മേലുള്ള അഭിഷേകമാണ്. കാവൽക്കാരൻ പുരമുകളിലേക്ക് കയറിപ്പോയി. ഒരു പ്രവാചകൻ സാധാരണക്കാരനല്ല. ഒരു പ്രവാചകൻ ദേശത്തിന്റെ മധ്യത്തിൽ ഉയർത്തപ്പെടുന്നവനാണ്. നിന്നെ ഇതുവരെയും താഴ്ചയുടെ മണ്ഡലങ്ങൾ കെട്ടിയിട്ടിരുന്നതോ പൈശാചിക വ്യാപാരമാണെങ്കിൽ ഒരു പ്രവാചക അഭിഷേകം നിന്റെ മേൽ വ്യാപരിക്കപ്പെടുന്ന മാത്രയിൽ നിന്റെ സ്ഥിതി മാറുന്നു. നീ ഉയരങ്ങളിലേക്ക് കാലെടുത്ത് വയ്ക്കുകയാണ്. Amen. Praise the Lord. And he called out. അവൻ വിളിച്ചു പറഞ്ഞു. ദേശങ്ങളെ നോക്കി വിളിച്ചു പറയുവാൻ ഒരു പ്രവാചകന്റെ മേൽ അഭിഷേകമുണ്ട്. അവൻ കണ്ടു ഒരുവൻ ഓടി വരുന്നു എന്ന്. ഭാവിയിൽ നടക്കുവാൻ പോകുന്നത് പ്രവാചകൻ കാണുകയാണ്. ആ ഒരു അഭിഷേകം ഇതിനകത്ത് പകരപ്പെട്ടു തുടങ്ങി. ആ ഒരു അനോയിന്റിംഗ് ഇതിനകത്ത് വന്നു തുടങ്ങി. കാരണം ദൈവത്തിന്റെ പദ്ധതി ദൈവം അപ്പോസ്തലിക പ്രവാചക അഭിഷേകത്തിന്റെ മേൽ പകരപ്പെടുകയാണ്. Praise the Lord. Praise the Lord. Hallelujah. ഒരുമിച്ച് hallelujah. ഞാൻ വീണ്ടും പറയുന്നു, ഒരു പ്രവാചക അഭിഷേകം നിങ്ങൾ പ്രാപിക്കുന്നതിന് മുൻപേ ഒരു പ്രവാചക ശബ്ദം നിങ്ങൾ കേൾക്കൂ. ആമേൻ.
അത് കേൾക്കുന്നതോടൊപ്പം ഒരു പ്രവാചക അഭിഷേകം പ്രാപിച്ചെടുക്കൂ. അത് നിങ്ങൾ പ്രാപിച്ചെടുക്കുമ്പോൾ ദൈവത്തിന്റെ സന്നിധിയിൽ മറയപ്പെട്ട രഹസ്യം നിങ്ങൾക്ക് വെളിപ്പെട്ട് വരുവാൻ തുടങ്ങുകയാണ്. ഇന്ന് വരെയും പിശാച് പലതും നിങ്ങൾക്ക് മറച്ചു പിടിച്ചുവെങ്കിലും ഇനിയും മറച്ചു പിടിക്കുവാൻ കഴിയാത്ത നിലവാരത്തിൽ ദൈവത്തിന്റെ അഭിഷേകം മറയെ പരിപൂർണമായി നീക്കി അത് പുറത്തേക്ക് കൊണ്ടുവരികയാണ്. വിശ്വസിക്കുവാൻ കഴിയുന്നവർ ദൈവത്തെ മഹത്വപ്പെടുത്തുകയും 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 മഹത്വപ്പെടുത്തുകയും. A prophet can enter into the heart of a man. Amen. Praise the Lord. ഒരു പ്രവാചകൻ ഒരു മനുഷ്യന്റെ ഹൃദയം കാണുന്നു. ഒരു പ്രവാചകൻ ദൈവത്തിന്റെ പദ്ധതി അറിയുന്നു. അവൻ ഭാവിയെ വിളിച്ചു പറയുന്നു. അവൻ ഉയരങ്ങളിലിരിക്കുന്നു. ആമേൻ. അവൻ വിളിച്ചു പറയുന്നു ഭാവി എന്ത് സംഭവിക്കും. വരിക, ഒരു പ്രവാചക ശബ്ദം കേൾക്കാം. വരിക, ഒരു മനുഷ്യൻ, ഒരു പ്രവാചക ശബ്ദം നമുക്ക് കേൾക്കാം. വരിക, ഒരുവൻ മുൻപോട്ട്, ഒരു പ്രവാചക ശബ്ദം നമുക്ക് കേൾക്കാം. അവന്റെ ഹൃദയം ഞാൻ അറിയണം. ഇവനെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതിയെ ഞാൻ അറിയണം. ഇവ 5, 10, 15 വർഷങ്ങൾക്ക് ശേഷം എന്ത് സംഭവിക്കുമെന്നും അറിയണം. ഇത് സംഭവിക്കുമ്പോൾ പ്രവാചക ശബ്ദം വെളിപ്പെടുകയാണ്. പ്രൈസ് ദി ലോർഡ്. ആ ഒരു അഭിഷേകം വെളിപ്പെടുമ്പോൾ ഇവൻ ഇതുവരെയും എത്തപ്പെടുവാൻ തക്കവണ്ണം കഴിയത്തില്ല എന്ന് പിശാച് പറഞ്ഞ് വെല്ലുവിളിക്കുന്ന മണ്ഡലം പോട്ടോ ഇവൻ ഉയർച്ചയുടെ പടവുകളിലേക്ക് നാഥൻ പിടിച്ചു കയറ്റും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇത് വെളിപ്പെട്ട് വരുമ്പോൾ രോഗശാന്തിയും വെളിപ്പെട്ട് വരുന്നുണ്ട്. കാരണം നിങ്ങളുടെ പ്രശ്നം അറിയുന്നതാണ് ദൈവത്തിന്റെ പരിജ്ഞാനം. നിങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം പറയുന്നതാണ് ദൈവത്തിന്റെ ജ്ഞാനം. കരങ്ങൾ ഉയരട്ടെ. ഇവന്റെ ഹൃദയം പതറുന്ന ഹൃദയം. പ്രശ്നങ്ങൾ ഇവന് നേരെ ആഞ്ഞടിക്കുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ ഇവൻ പരുങ്ങിപ്പോകുന്നു. ഇവന്റെ ജീവിതം വെളിപ്പെട്ട് വരികയാണ്. സ്വർഗത്തിലെ ദൈവത്തിന്റെ പദ്ധതി, അത് ദൈവത്തിന്റെ ജ്ഞാനം, അത് ദൈവത്തിന്റെ ഹൃദയം. ആമേൻ. ഒരുമിച്ച് ഹല്ലേലൂയ. ശക്തിയോടെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ സ്വർഗത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, കുഴഞ്ഞ ചീറ്റിൽ നിന്നും ഞാൻ അവനെ എടുത്തിരിക്കുന്നു. ക്രിസ്തുവായ പാറമേൽ ഞാൻ അവനെ ഉറപ്പിച്ചിരിക്കുന്നു. ഇവനെ ഞാൻ ഉറപ്പിച്ചത് കൊണ്ട് പ്രതികൂലങ്ങളുടെ മതിൽ തളരാതെ ഇരിക്കുവാൻ എൻ്റെ കരം ഇവന്റെ മേൽ നീട്ടപ്പെടാം. നാഥൻ നിന്നെ ദേശങ്ങളിലേക്ക് പറഞ്ഞയക്കുവാൻ പോകുന്നു. നിന്റെ നാവിൽ തീ പടരും. പുറത്തേക്ക് വരുന്ന വാക്കുകൾ തീ ശബ്ദങ്ങളായി തീരും. അടുത്ത 5 വർഷങ്ങൾക്കുള്ളിൽ മീറ്റിങ്ങുകൾ കണ്ടക്ട് ചെയ്യുവാൻ സഹായിക്കുന്ന കോഓർഡിനേറ്ററായി നീ മാറ്റപ്പെടുവാൻ തുടങ്ങും. മിനിസ്ട്രി ഓഫ് അഡ്മിനിസ്ട്രേഷൻ നിന്റെ മേൽ വന്ന് പതിയും. പ്രതികൂലങ്ങളുടെ മണ്ഡലം നിന്നെ ആഞ്ഞു പിടിക്കും. പക്ഷെ നാഥന്റെ കരം നിന്റെ മേൽ വയ്ക്കാം. ഒരുമിച്ച് ഹല്ലേലൂയ. ഉയർച്ച ഇല്ലെന്ന് നീ പറയരുത്. നിന്നെ ഉയർത്തുവാൻ നാഥൻ വെളിപ്പെടുകയാണ്. പ്രാപിക്കുവാൻ കഴിയുമെങ്കിൽ പ്രാപിച്ചു. ആ പ്രവാചക അഭിഷേകം, ആ അഭിഷേകം വെളിപ്പെട്ടു തുടങ്ങി. ആ ശക്തി പകരപ്പെട്ടു തുടങ്ങി. അത് പ്രാപിക്കുവാൻ പറ്റുമെങ്കിൽ പ്രാപിക്കുക. കരങ്ങളിൽ തീ വരുന്നു. ശരീരത്തിൽ ദൈവശക്തി പകരപ്പെടുന്നു. നിന്റെ ഇല്ലായ്മകളെ നാഥൻ എടുത്തു മാറ്റുവാൻ തുടങ്ങുന്നു. നിന്റെ മേലത് പകരപ്പെടുന്നു, 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 പകരപ്പെടുന്നു. ഹല്ലേലൂയ. ശുശ്രൂഷ മുഖത്ത് നിന്നെ പിടിച്ചു നിർത്തിയ ശക്തി എവിടെ?
നിന്നെ മുന്നിലോട്ട് വിടത്തില്ലെന്ന് പറയുന്ന വ്യാപാരം എവിടെ? ഇന്ന് രാത്രികാലം അത് തകർത്തുകൊണ്ട് ദൈവം ഇറങ്ങി വരികയാണ്. നിന്നെ പരിപൂർണമായി കെട്ടിയിട്ടിരിക്കുന്ന ശക്തികൾ എവിടെ? അവയെ തകർക്കുവാൻ നാളെ വെളിപ്പെട്ടു വരികയാണ്. പ്രാപിക്കുവാൻ കഴിവുള്ളവർ പ്രാപിച്ചെടുക്കുവാൻ തക്കപ്പെടാൻ തുടങ്ങുക. കാരണം അമാനുഷികമായ നിലവാരത്തിൽ പ്രവാചക അഭിഷേകം വെളിപ്പെട്ട് വരികയാണ്. അത് പ്രാപിക്കുമ്പോൾ ദൈവത്തിന്റെ പദ്ധതി വെളിപ്പെടുകയാണ്. കൊണ്ടിരിക്കുമ്പോൾ സ്വർഗ്ഗം തുറക്കപ്പെട്ട് കഴിഞ്ഞു. ദൂതന്മാർ ഇറങ്ങി വന്നു കഴിഞ്ഞു. അഭിഷേകം പകരപ്പെട്ട് തുടങ്ങി. അഭിഷേകത്തിന്റെ ശക്തി മുഖത്തെ പൊട്ടിച്ചു തുടങ്ങുന്നു. ഇന്ന് രാത്രി കാലം തകർച്ചയുടെ മണ്ഡലം പൊട്ടുകയാണ്. വെളിപ്പെട്ട് തുടങ്ങും. അരിജ്ഞാനത്തിന്റെ വചനത്തിന്റെ ഇറങ്ങി വരുന്നു. വിശ്വാസത്തിന്റെ വചനത്തിൽ ഇറങ്ങി വരുന്നു. രോഗശാന്തിയുടെ വചനം സ്പർശിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അത് നിന്റെ വിലാവർത്തിക്കുവാൻ തുടങ്ങുന്നു. കരമുഖത്തേക്ക് വെള്ളസാരി, കരമുഖത്തേക്ക് വെള്ളസാരി മുമ്പിലേക്ക് പോകാം. വയലിൽ പണിയുവാൻ ഒരു തീരുവോളം പണിയുവാൻ എന്നെ സമർപ്പിക്കുകയാണ് എന്ന് പറയുന്നവരുടെ കരങ്ങൾ ഉയരട്ടെ, ഉയരട്ടെ. എന്നെ അയക്കണമേ എന്ന് പറയുന്നവരുടെ കരം ഉയരട്ടെ. എന്നെ അയക്കൂ എന്ന് പറയൂ, പറയൂ. പകരപ്പെടുകയാണ്.